ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ അതിൽ 2 തരത്തിലുള്ളവരെ കാണാൻ കഴിയും. ആദ്യത്തെ ഗ്രൂപ്പ് പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം നേരത്തെ തന്നെ പഠിച്ച് സിലബസ് കവർ ചെയ്ത് റിവിഷൻ ചെയ്ത് വളരെയധികം ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാനായി തയ്യാറായിരിക്കുന്നവരായിരിക്കും. പിന്നെയുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങളെ പോലെയുള്ള ആളുകളാണ്. പരീക്ഷയ്ക്ക് ഒരാഴ്ച സമയം മാത്രം ബാക്കി ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചൂട് വന്നത്. നിങ്ങൾക്കാണെങ്കിൽ എക്സാം ഡേറ്റ് അല്ലാതെ വേറൊന്നും തന്നെ അറിയില്ല. ഇനി ഇത്രയും സമയം നിങ്ങൾ എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള സമയം കൊണ്ട് നല്ലപോലെ പഠിച്ച് പരീക്ഷയ്ക്ക് അത് നല്ലപോലെ എഴുതാൻ കഴിയുക എന്നതാണ് പ്രധാനം. അതിന് സഹായിക്കുന്ന ചില ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ടിപ്സ് കേൾക്കുന്നതിന് മുമ്പായി ഒരു പോസിറ്റീവ് അഫർമേഷൻ എന്ന നിലയ്ക്ക് വീഡിയോയുടെ താഴെ ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് കമൻറ്റ് ചെയ്യുക. നമ്പർ 1, സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻസ്. പഠിച്ചു തുടങ്ങുക എന്നതാവും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഏതൊരു വിഷയമായാലും അതെങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു സംശയം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചു തുടങ്ങാനുള്ള ഒരു എളുപ്പ വഴിയാണ് പാഠങ്ങളുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പഠിച്ചു തുടങ്ങുക എന്നത്. കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ ഉണ്ടെങ്കിൽ കുറെ കൂടി നല്ലത്. അല്ലെങ്കിൽ അധ്യാപകർ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം പഠിക്കുക. അല്ലാതെ ഓരോ പാഠവും തുടക്കം തൊട്ട് അവസാനം വരെ അരിച്ചു പെറുക്കി വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഭാഗങ്ങളും മനസ്സിലാക്കാൻ കഴിയും. നമ്പർ 2, ആക്റ്റീവ് നോട്ട് ടേക്കിംഗ്. പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴും ഒരു റഫ് നോട്ട് ബുക്ക് എടുത്തു വെച്ച് പഠിക്കുന്ന ചാപ്റ്ററിലെ പ്രധാന പോയിന്റ്സ് നോട്ട് ചെയ്യുക. പലപ്പോഴും നമ്മൾ ഒരു ചാപ്റ്റർ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കും. പക്ഷെ പിന്നീടാണ് പഠിച്ചതൊന്നും തലയിൽ കയറിയില്ല എന്ന് മനസ്സിലാവുന്നത്. പിന്നെ വീണ്ടും ആദ്യം മുതൽ മുഴുവനും ഇരുന്ന് പഠിക്കുന്നു. അങ്ങനെ എത്ര തവണ പഠിച്ചാലും അത് മുഴുവനായി മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ആക്റ്റീവ് നോട്ട് ടേക്കിംഗ് ചെയ്യുമ്പോൾ പഠിക്കുന്നതെല്ലാം കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയും. ഇത് നോട്ട്സ് തയ്യാറാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, മറിച്ച് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇങ്ങനെ കീവേഡ്സും ഷോർട്ട് ഫോമും ഒക്കെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങളതൊരിക്കലും മറക്കുകയില്ല. ഇങ്ങനെ നോട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. വീഡിയോയിൽ മുന്നോട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ മോട്ടീവ്സ് മീഡിയ ഫാമിലിയുടെ സ്വന്തം ആപ്പായ ധ്വനിയിൽ പുതുതായി കൊണ്ടുവന്ന ഒരു ഫീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ പല കാറ്റഗറീസിൽ പെടുന്ന നിരവധി ഓഡിയോ ബുക്ക് ധ്വനി ആപ്പിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഒരു ചാറ്റ് ബോട്ട് തെറാപ്പിസ്റ്റിന്റെ സേവനം കൂടി ഇനി ധ്വനി ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാനസിക സമ്മർദ്ദം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ആങ്സൈറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ തെറാപ്പിസ്റ്റ് ഫംഗ്ഷനാലിറ്റി ഉപയോഗപ്പെടുത്താവുന്നതാണ്. പുറത്ത് 1000 മുതൽ 2000 രൂപ ഓരോ സിറ്റിങ്ങിനും മുടക്കി ഇതുപോലൊരു തെറാപ്പി എടുക്കുന്നതിനേക്കാൾ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലെ തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് പ്രാക്ടിക്കൽ അഡ്വൈസ് എടുക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ഫീച്ചർ പരമാവധി ഉപയോഗപ്പെടുത്തുക. കൂടാതെ അനവധി മോട്ടിവേഷണൽ ആൻഡ് സെൽഫ് ഹെൽപ്പ് ഓഡിയോ ബുക്ക് സമറീസും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിലൂടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 3, വർക്ക് ഓൺ യുവർ ആൻസർ റൈറ്റിംഗ് സ്കിൽസ്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സ്വന്തം വാക്കുകളിൽ എഴുതി ഫലിപ്പിക്കുക എന്നത് പലർക്കും ഒരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയുന്ന ഉത്തരം കാണാതെ പഠിച്ചു പോയാൽ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടാം. പക്ഷേ ഉയർന്ന ക്ലാസ്സിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം സ്വന്തമായി കണ്ടെത്തേണ്ടി വരും. പ്രത്യേകിച്ചും എസ്എ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. UPSC സിവിൽ സർവീസ് എക്സാമിന് പോലും ആൻസർ റൈറ്റിംഗ് സ്കിൽ വളരെ പ്രധാനമായ ഒന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായി എഴുതാൻ അറിയില്ലെങ്കിൽ അത് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ശരിയാക്കാൻ കഴിയും. അതിനായി ഉപയോഗിക്കാവുന്ന ഒരുപാട് ടൂൾസ് ഓൺലൈനായി ലഭ്യമാണ്. നല്ല രീതിയിൽ ഒരു ആൻസർ എഴുതാനായി ലാംഗ്വേജ് ടോൺ, ഗ്രാമർ, സെന്റൻസ് സ്ട്രക്ചർ എന്നിവയെല്ലാം ശ്രദ്ധിക്കണം. പലപ്പോഴും പഠിക്കാൻ അത്ര മിടുക്കില്ലാത്ത വിദ്യാർത്ഥികൾ പോലും റൈറ്റിംഗ് സ്കിൽസ് ഉള്ളതുകൊണ്ട് ചില വിഷയങ്ങളിൽ നല്ലപോലെ സ്കോർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ സ്വയം എഴുതി പരിശീലിക്കുക. നമ്പർ 4, യൂട്ടിലൈസ് ദ ഡേ ടൈം. അടുത്ത ടിപ്പ് പകൽ സമയം കൊണ്ട് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഇതിനുവേണ്ടി പുലർച്ചെ 5 മണിക്ക് ഉണർന്ന് പഠിക്കാനിരിക്കേണ്ട ആവശ്യമില്ല. കാലത്ത് 8 അല്ലെങ്കിൽ 9 മുതൽ വൈകിട്ട് 6 വരെയുള്ള സമയം നല്ലപോലെ വിനിയോഗിക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം മുഴുവൻ ഉണ്ടല്ലോ എന്ന സമാധാനത്തിൽ പകൽ സമയം മുഴുവൻ വെറുതെ പാഴാക്കും. പിന്നെ രാത്രിയാവുമ്പോൾ ടെൻഷൻ അടിച്ച് ധൃതി പിടിച്ച് എല്ലാം പഠിച്ചു തീർക്കാൻ ശ്രമിക്കും. ഇങ്ങനെ സമ്മർദ്ദത്തിൽ ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് പകൽ സമയം തന്നെ ഇത് വൈകുന്നേരം ആവുമ്പോഴേക്കും പഠിച്ചു തീർക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് സമയം കളയാതെ പഠിക്കുക. നമ്പർ 5, ട്രിഗർ ഇൻട്രസ്റ്റ്. ഇനി മറ്റൊരു കാര്യം പഠിക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നതാണ്. നമ്മൾ കാലത്ത് തന്നെ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത വളരെ മടുപ്പ് തോന്നുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കാൻ ശ്രമിച്ചാൽ അത് പഠിക്കാനായി ഒരുപാട് സമയം വേണ്ടിവരും. പിന്നെ ഇരുന്ന് പഠിക്കാൻ മടിയാവും, അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ ക്ഷീണിച്ചുറങ്ങിപ്പോവും. അതുകൊണ്ട് കാലത്ത് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് എടുക്കുക.
വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും വായിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് മടിയും ക്ഷീണവും ഒന്നും തോന്നില്ല. പിന്നെ ദിവസം മുഴുവൻ ഇരുന്ന് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്കുണ്ടാവും. നമ്പർ 6, യൂസ് ഓഡിയോ വിഷ്വൽ മെമ്മറി. ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് പഠനവും ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള ഒരു ടിപ്പാണ് ഓഡിയോ വിഷ്വൽ മെമ്മറി ഉപയോഗിക്കുക എന്നത്. നമ്മളോട് പാഠം വെറുതെ വായിച്ച് പഠിക്കുമ്പോൾ അത് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇതേ ഭാഗം ഒരു ഓഡിയോ ആയി കേട്ട് പഠിക്കുകയോ വിഷ്വലായി കാണുകയോ ചെയ്താൽ നിങ്ങൾക്കത് കൂടുതൽ നന്നായി മനസ്സിലാവും. അത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയും. അതുകൊണ്ട് പഠിക്കുന്ന വിഷയത്തെപ്പറ്റിയുള്ള വീഡിയോകൾ കാണുകയോ മൈൻഡ് മാപ്പ് ഉണ്ടാക്കി പഠിക്കുകയോ ചിത്രങ്ങളും ഗ്രാഫുകളും മറ്റും ഉപയോഗിക്കുകയോ ചെയ്യുക. പിന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്ന എക്സാമ്പിൾസ് കണ്ടെത്തുക. നിങ്ങൾ തനിയെ വായിച്ച് പഠിച്ച ഒരു കാര്യം പെട്ടെന്ന് മറന്നു പോകും. പക്ഷേ ഇതേ കാര്യം ഒരു സുഹൃത്ത് നിങ്ങളെ പറഞ്ഞു തന്ന് പഠിപ്പിച്ചാൽ നിങ്ങൾക്കത് എപ്പോഴും ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് ഇതുപോലെ മറ്റുള്ളവരോട് ചോദിച്ച് കേട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠിച്ച കാര്യം കൂട്ടുകാർക്ക് കൂടി പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കുകയോ ചെയ്യുക. പിന്നീട് ഒരിക്കലും അത് മറന്നു പോകുക. നമ്പർ 7, എലിമിനേറ്റഡ് സ്യൂഡോ സ്റ്റഡി. ഈ പോയിന്റ് പറയും മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ദിവസം 10 മുതൽ 12 മണിക്കൂർ ഇരുന്ന് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണമെന്നില്ല. പലപ്പോഴും ഇങ്ങനെ പഠിക്കുമ്പോഴും നമുക്ക് വിചാരിച്ച മാർക്ക് കിട്ടാറില്ല. കാരണം നമ്മൾ കുറേ നേരം ബുക്ക് തുറന്ന് അതിനു മുമ്പിൽ ഇരിക്കുന്നു. എങ്കിലും നമ്മുടെ ശ്രദ്ധ പഠനത്തിലല്ല. TV കണ്ടുകൊണ്ട് നോട്ട് എഴുതുകയോ ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ട് പഠിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കുന്നതൊന്നും തന്നെ കൃത്യമായി ഓർക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ എത്ര സമയം പഠിക്കാനിരുന്നു എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അല്ലാതെ അതിൽ എത്ര സമയം പൂർണ്ണ ശ്രദ്ധയോടെ ഫോക്കസ്ഡായി പഠിച്ചു എന്ന് നോക്കുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടക്കുമ്പോൾ പഠിക്കാനായി ഒരുപാട് സമയവും എഫേർട്ടും വേണ്ടിവരും. അതുകൊണ്ട് ദിവസവും 2 മണിക്കൂർ ദൈർഘ്യമുള്ള 2-3 സ്റ്റഡി സെഷൻസ് പ്ലാൻ ചെയ്യുക. ഇടയ്ക്ക് ചെറിയ ബ്രേക്ക് എടുക്കുക. എല്ലാതരം ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കി പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഈ സമയം നല്ലപോലെ ഉപയോഗിക്കുക. ബുക്ക് തുറന്ന് ഫോണിൽ വെച്ച് നോക്കിയിരിക്കുന്ന ശീലം മാറ്റുക. ഫോണിലുള്ള ഏത് ആപ്പ് കാരണമാണ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ 7 ടിപ്സ് കൃത്യമായി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് 7 ദിവസം കൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി നല്ലപോലെ തയ്യാറെടുക്കാൻ കഴിയും.